അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് സ്ട്രാറ്റജീസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളതാണ് കൊഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇനിയും ഉണ്ട് കേട്ടോ കുറേ മെത്തേഡ്സ്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് കൊഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് ആണ്. അപ്പോൾ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കൊഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എന്താണോ പഠിക്കുന്ന ആ ഒരു പ്രൊഫഷൻ അത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഒരു ഡോക്ടറാണെങ്കിൽ MBBS സ്റ്റുഡൻസിന് ലാസ്റ്റ് ഇയർ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രാക്ടിക്കലായിട്ട് അവർ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലേ, ട്രെയിനീസ്. നമ്മളാണെങ്കിലും B.Edലും നമ്മൾ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സായിട്ട് ട്രെയിനിങ് എടുക്കാറുണ്ട്. അപ്പം ഇത് തന്നെയാണ് കൊഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ വേ ഓഫ് ലേണിംഗ് ത്രൂ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗൈഡഡ് ബൈ ആൻ എക്സ്പെർട്ട് ഇൻ എ റിയൽ സിറ്റുവേഷൻ. അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് ആ റിയൽ സിറ്റുവേഷനിൽ എക്സ്പെർട്ടായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഓൺ സിറ്റുവേറ്റഡ് ലേണിംഗ് തിയറി ദാറ്റ് സീസ് ലേണിംഗ് ആസ് നാച്ചുറലി ടൈഡ് ടു ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. അപ്പം ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് തരുമ്പോൾ കിട്ടുന്ന ഒരു പഠിത്തം എന്ന് പറയുന്നത് ഇത് വേറെ തന്നെയായിരിക്കും അല്ലേ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ദിസ് മെത്തേഡ് എമേഴ്സ്ഡ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ്സ് ദാറ്റ് സെപ്പറേറ്റ് ലേണിംഗ് ഫ്രം പ്രാക്ടീസ്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ തിയറീസ് പഠിക്കുന്നു, പിന്നെ നമ്മൾ നേരെ എല്ലാ പഠിത്തവും കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടി പോവാണ്. ആ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഒരു ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു കൃത്യമായിട്ടൊരു അറിവുണ്ടായിരിക്കും, എങ്ങനെ വേണം, ഈ എത്രയൊക്കെ സിറ്റുവേഷൻസ് വരും എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈം ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അലൻ കോളിൻസ്, ജോൺ സീലി ബ്രൗൺ ആൻഡ് ദെയർ കൊളീഗ്സ്. അപ്പോൾ ഇവരൊക്കെയാണിത് രൂപീകരിച്ചത്, അലൻ കോളിൻസ്, ജോൺ സീലി ബ്രൗൺ. ഓക്കെ, ആൻഡ് കോഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദി എലമെൻറ്റ്സ് ഓഫ് അപ്രൻറ്റൈസ്ഷിപ്പ് ആൻഡ് സ്കൂളിംഗ്. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ്സ് എഴുതുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ഫുള്ളി ടീച്ചേഴ്സ് അല്ല, എന്നാൽ സ്റ്റുഡൻസ് ആണെന്ന് ചോദിച്ചാൽ ഫുള്ളി സ്റ്റുഡൻസ് അല്ല, രണ്ടും കൂടി മിങ്കിൾ ചെയ്തുകൊണ്ട് ചെയ്യാണ്. ദ വേർഡ് കോഗ്നിറ്റീവ് ഹിയർ ഇംപ്ലൈസ് ദി എംഫസൈസ് ഓൺ ടീച്ചിങ് ഓഫ് മെൻ്റൽ സ്കിൽസ് റാദർ ദാൻ ഫിസിക്കൽ സ്കിൽസ്. അപ്പോൾ ഇവിടെ കോഗ്നിറ്റീവ് എന്നുള്ളൊരു പേര് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും മെൻ്റലായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ളൊരു എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനെക്കാട്ടിലും മെൻ്റൽ എബിലിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്രൻറ്റൈസ്ഷിപ്പ് മീൻസ് ലേണിംഗ് ദാറ്റ് occurs through interaction with a more experienced tutor in a real situation. ഇത്രയേ ഉള്ളൂ, ഒരു റിയൽ സിറ്റുവേഷനിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടീച്ചേഴ്സിൻ്റെ കീഴിൽ നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദി ഐഡിയ ഈസ് ദാറ്റ് ദ പേഴ്സൺ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഹി ഈസ് ലേണിംഗ് cannot be separated in any analysis of learning. Learning must take place in the environment in which it can be applied because the environment and the person's perception of the environment are part of the same learning process. നമുക്കൊരിക്കലും ലേണിങ്ങിനെ ഇതിനകത്തേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ലേണിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ നടക്കണം. അത് റിയലായിട്ട് ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്, ആ റിയൽ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകണം. എന്നാലേ ലേണിങ്ങിനെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ തലയിൽ ആ ഒരു പോയിന്റ് കയറുള്ളൂ അല്ലേ. Here the students work in teams on projects or problems with the close scaffolding of the instructor. The central issue in learning is becoming a practitioner and not learning about practice. നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതല്ല പഠിക്കുന്നത്, നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലാബുകളിൽ പോയി പഠിക്കുന്നത്, ഗ്രൂപ്പായിട്ട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്രൻറ്റൈസ്ഷിപ്പ് നമ്മളൊരു ഗൈഡിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യാറില്ലേ. അപ്പം ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടുള്ള കാര്യം കേട്ടോ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഇമേഴ്സസ് ദ ലേണർ ഇൻ ആൻ ഒത്തൻറ്റിക് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒത്തൻറ്റിക്കടി ഇതിനപ്പുറം നമുക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റില്ല, ഇതിനപ്പുറം നമുക്കൊന്നില്ല. ഒരു സ്കൂളിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്ന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നമുക്കിനി എവിടെ നിന്ന് കിട്ടാനാണ് ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു അക്വയർ, ഡെവലപ്പ് ആൻഡ് യൂസ് കോഗ്നിറ്റീവ് ടൂൾ ഇൻ ആൻ ഒത്തൻറ്റിക് ആക്ടിവിറ്റി. അത് കുട്ടികൾക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യാനും അക്വയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അവരെ സഹായിക്കും. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എലമെൻറ്റ്സ് ഓഫ് അപ്രൻറ്റൈസ്ഷിപ്പ് ആൻഡ് സ്കൂളിംഗ്. ഇറ്റ് എംഫസൈസസ് എക്സ്പീരിയൻസ് ഇൻ റിയൽ സിറ്റുവേഷൻസ്. ഇറ്റ് അസോസിയേറ്റഡ് ദ ലേണർ വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ് and it stresses practice rather than learning about practice. It ensures provision of guidance by an expert. ഒരു എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മോർ ഇമ്പാക്റ്റ് അതാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ,
ഇനി ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ദി കൊഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് യൂസസ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. നമ്മളൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിന് ചില സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്ന് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് എ ടാസ്ക് ബൈ ആൻ എക്സ്പെർട്ട് ആസ് എൻ എക്സാമ്പിൾ സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ ഒബ്സർവ് ആൻഡ് ബിക്കം ഫെമിലിയർ വിത്ത് ദ പ്രോസസ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഡെമോ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പിയേഴ്സ് എടുക്കുന്നത്, നിങ്ങളുടെ സീനിയേഴ്സ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറേ മോഡലായിട്ടുള്ള ക്ലാസ് റൂമുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല പല സബ്ജക്റ്റുകളിൽ എടുക്കുന്ന ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുതരികയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ആൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്പെർട്ട് ഒബ്സർവിങ് സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് ഓഫറിംഗ് ഫീഡ്ബാക്ക് ആൻഡ് അഡ്വൈസ്. ഇവിടെ കോച്ചിങ് എന്ന് പറയുന്നത് എക്സ്പെർട്ട് ഈസ് കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്പെർട്ട് ഒബ്സർവിങ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർ ആ ഒരു പീരീഡ് ഏത് ടീച്ചറുടെ ആണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ടീച്ചർ അവിടെ ഇരിക്കും. മിക്കവാറും ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്തൊക്കെ വന്നിരിക്കുമായിരുന്നു. അവർ ക്ലാസ്സിലേക്ക് വന്ന് ചിലപ്പോൾ ഇരിക്കത്തില്ല, കാരണം നമുക്കിനൊരു ടെൻഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാലും അവരെപ്പോഴും പുറത്തുണ്ടായിരിക്കും. അപ്പം അവിടെ നിന്നിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യും. എന്തെങ്കിലും കറക്ഷൻ കൊടുക്കണമെങ്കിൽ നല്ലതായിട്ട് പോകും. ഇനി ക്ലാസ് നല്ലതായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല ടീച്ചേഴ്സ് കേട്ടോ, കുറേ പേര് മടിയന്മാരായിട്ട് വരാറേ ഇല്ല. പക്ഷേ ഞങ്ങളൊക്കെ പോയ സമയത്തൊക്കെ അവർ വന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നു. മറ്റ് ടീച്ചേഴ്സും നമ്മളെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. നമ്മുടെ ക്ലാസ് എത്രമാത്രം അച്ചടക്കമുള്ളതാണെന്നുള്ളതൊക്കെ അവർ വന്ന് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദെൻ വരുന്നത് ആർട്ടിക്കുലേഷനാണ്. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആർട്ടിക്കുലേറ്റ് ദെയർ നോളേജ്, റീസണിങ് ഓർ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സസ്. അപ്പം സ്റ്റുഡൻസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന അറിവ്, അതുപോലെ റീസണിങ് ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എനേബിൾസ് സ്റ്റുഡൻസ് ടു കമ്പയർ ദെയർ ഓൺ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് വിത്ത് ദോസ് ഓഫ് എക്സ്പേർട്സ് ആൻഡ് പിയേഴ്സ്. അപ്പം നമ്മൾ സ്റ്റുഡൻസ് ഇത് നമ്മളിങ്ങനെ അപ്രന്റൈസേഴ്സ് ആണല്ലോ, നമ്മളിങ്ങനെ പഠിക്കുവാണല്ലോ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം ഈസി ആയിട്ട്. ആൻഡ് എക്സ്പ്ലോറേഷൻ, അതേപോലെ തന്നെ ആ കൊച്ചിന് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്താണോ ആ പഠിക്കുന്ന ആൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള മാക്സിമം കപ്പാസിറ്റി കൊടുക്കുകയാണ്. ദ ടീച്ചർ സെറ്റ്സ് ഗോൾസ് ആൻഡ് പ്രോബ്ലംസ് ഫോർ സ്റ്റുഡൻസ് ടു ഫേസ്. ഇനി അടുത്തത് എൻഗേജ്ഡ് ലേണിംഗ് ആണ് കേട്ടോ. എൻഗേജ്ഡ് ലേണിംഗ് കൂടി ഉള്ളൂ. ഈ എൻഗേജ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്ഡ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ലേണിംഗ്. ഇവിടെ കുട്ടികൾ അവരുടെ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻഗേജ്ഡ് ലേണിംഗ്. ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ത്രൂ കൊളാബറേഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി വിത്ത് പിയേഴ്സ്. ഇറ്റ് പുട്സ് ക്ലാസ് റൂം സ്കിൽസ് ആൻഡ് നോളജ് ഇൻ പ്രാക്ടീസ് വൈൽ സർവിംഗ് വൺസ് കമ്മ്യൂണിറ്റി. ഇറ്റ് കമ്പൈൻസ് സിവിക് ഇൻവോൾവ്മെന്റ് വിത്ത് അക്കാദമിക് കോഴ്സ് work in a way that benefits both the student and the community, and it relies heavily on teamwork and the skills that promote effective team building. So that is engaged learning. ഒരുമിച്ച് കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് പോയിന്റ്സ് ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ഒരുമിച്ച് നമ്മൾ പറയില്ലേ കമ്പൈൻ സ്റ്റഡി ചെയ്യുക, അതൊക്കെ അതാണ് എന്ന് ഓർത്താൽ മതി. എൻഗേജ്ഡ് ലേണർ ഈസ് ആൻ എക്സ്പ്ലോറർ. ശരിക്കും അവിടെ ഒരു ലിമിറ്റും ഇല്ല, എത്ര വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഹി കൺസ്ട്രക്ട് നോളജ്, അവനാണ് അവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ലേണിംഗ്, അവൻ തന്നെയാണ് അവൻ്റെ ലേണിങ്ങിൻ്റെ ഉത്തരവാദി. ഹി ഈസ് സെൽഫ് റെഗുലേറ്റഡ് ആൻഡ് ഏബിൾ ടു ഡിഫൈൻ ഹിസ് ലേണിംഗ് ഗോൾസ് ആൻഡ് ഇവാലുവേറ്റ് അച്ചീവ്മെൻറ്റ്. അവന് തന്നെ സ്വയം വിലയിരുത്താനും അവന് തന്നെ സെൽഫ് റെഗുലേറ്റഡ് ആണ്, ഇന്നത് ഞാൻ ചെയ്യണം എന്നുള്ള. അപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു സ്റ്റഡി ടൈം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലീവൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പഠിക്കില്ലേ, നമ്മൾ ഇന്ന ടൈം ടേബിളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ പഠിക്കുന്ന ഒരു രീതി അത് ആലോചിക്കുക. ആ സമയത്ത് നമ്മളെ ആരും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. അതുവരെയും ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തന്നു, ഇന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മളാണ് പഠിക്കുന്നത് അല്ലേ. ആൻഡ് ഹി നോസ് ഹൗ ടു ലേൺ, അവൻ അറിയാം എങ്ങനെ പഠിക്കണമെന്ന്. ഹി ക്യാൻ ട്രാൻസ്ഫർ നോളേജ് ടു സോൾവ് പ്രോബ്ലംസ് ക്രിയേറ്റീവ്ലി. ആൻഡ് ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, ഗൈഡ് ആൻഡ് കോ ലേണർ. ആ സമയത്ത് ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗൈഡായിട്ടും കോ ലേണറായിട്ടും ഒക്കെ അപ്പുറത്തുണ്ടായിരിക്കും. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാനൊക്കെ ടീച്ചർ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു പ്രസൻസ് അവിടെ കാണാൻ പറ്റില്ല, കൺട്രോൾഡ് സിറ്റുവേഷനും അല്ല. And he provides rich environments and learning experiences needed for collaborative study. He updates his own knowledge and skills to ensure up-to-date guidance and support to the learners. പണ്ടൊക്കെയുള്ള പോലെ നമ്മൾ സിലബസിലുള്ളത് എന്താണോ അതങ്ങനെ അരച്ച് കലക്കി പിള്ളേർക്ക് അങ്ങ് കൊടുക്കുന്നു, പിള്ളേരത് കാണാപ്പാഠം പഠിച്ചിട്ട് അത് തന്നെ എടുത്ത് എഴുതി വയ്ക്കുന്നു. അങ്ങനെയല്ല എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ അച്ഛനൊക്കെ പറയായിരുന്നു, നിങ്ങൾ പേപ്പർ കൂട്ടി കളിക്കുകയാണോ, ഇതാണോ പഠിത്തം എന്നൊക്കെ ചോദിക്കുമായിരുന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പം ഓരോ നമ്മൾ ചിറകുകൾ, പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കുന്നതിലൂടെ സ്റ്റാമ്പ് കളക്ഷൻ, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അസസ്മെൻറ്റ് ഇൻ എൻഗേജ്ഡ് ലേണിംഗ് ക്യാൻ ബി വെരി ഡൈവേഴ്സ്. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വൈവിധ്യമായിട്ടുള്ളതാണ്. ഇറ്റ് ഫോളോസ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻറ്റ്. ഇത് നമ്മുടെ പെർഫോമൻസിനെ അനുസരിച്ചാണ് ഇരിക്കുക. പ്രൊഡക്റ്റിനെ അല്ല നമ്മൾ നോക്കുന്നത്, അവൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. സം ഒതൻറ്റിക് ടാസ്ക് മേ ബി ഗിവൻ ടു ദ സ്റ്റുഡൻസ് ആൻഡ് ദെയർ പെർഫോമൻസ് ഇൻ അക്കംപ്ലിഷിംഗ് ഇറ്റ് ഈസ് അസസ്ഡ്. അവർക്ക് നമ്മൾ ഓരോ വർക്കുകൾ കൊടുക്കുക, അവരെത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക. എന്നിട്ട് അവർ നന്നായിട്ട് അവർ എന്ത് റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അസസ്മെൻറ്റ് ഷുഡ് ബി റിയൽ, കണ്ടിന്യൂയിങ് ആൻഡ് എൻകറേജിങ്. അസസ്മെൻറ്റ് ഷുഡ് റെപ്രസെൻറ്റ് all meaningful aspects of performance and should have equitable standards that apply to all students. അപ്പം അസസ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും നമുക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈലിനും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനും അനുസരിച്ച് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ്. അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ BEd കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്ന കാരണം എന്താ, അവർ 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു ലോക്ക്ഡൗണൊക്കെ വന്നപ്പം ഞാൻ പറയുന്ന ടീച്ചിങ് പ്രാക്ടീസാണ് ഈ BEdനകത്ത് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ആയിട്ടുള്ളൊരു ഏജ്, അല്ലെങ്കിൽ ഗോൾഡൻ ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. അത് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പിന്നെ ടീച്ചിങ് പിന്നെ BEdൽ എന്താ കാര്യമായിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയൽ ആണ് ശരിക്കും. ആൻഡ് ഇറ്റ് ഡെവലപ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ഇൻ ലേണേഴ്സ് ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലൈഫ് ലോങ് ലേണിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാനൊന്നും ആരുമില്ല. കൺട്രോൾ എന്ന് പറയുന്നത് സൈഡിൽ കൂടെ ഉണ്ട്, കോളേജിൻ്റെ കൺട്രോളുണ്ട്, പക്ഷേ സ്കൂളിൻ്റെ കൺട്രോളുണ്ട്, അതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണത്. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലൈഫ് ലോങ് ലേണിംഗ്. അത് നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മളെ പഠിക്കുന്ന ഒരു പഠിതാവാണല്ലോ നമ്മളെപ്പോഴും, അല്ലേ? അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ഇന്നത് പഠിക്കണം ഇന്നത് പഠിക്കണം നമുക്കൊരു തോന്നലുണ്ടാവുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ആക്റ്റീവ് ലേണിംഗ് പ്രാക്ടീസസ് ബിറ്റ്വീൻ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ്. ആൻഡ് ഇറ്റ് കണക്ട്സ് കരിക്കുലർ ആൻഡ് co-curricular events with appropriate course activities. And it develops social learning environments for students in and outside the classroom. And it ensures active involvement of learners in the process of learning. And it helps students extensively research, discuss and create projects. And it helps learners use technology to make discoveries based on their choices. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊജക്റ്റ് തന്നു, ഒരു ഡിസർട്ടേഷൻ തന്നു, നമ്മളത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഒരു അറിവുണ്ട്, നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്, അതിനെ നമുക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ളൊരു ലേണിംഗ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ എൻഗേജ്ഡ് ലേണിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അപ്രൻറ്റൈസ്ഷിപ്പ്, കോഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറയുന്നതൊക്കെ. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പം ഈ ഒരു ടോപ്പിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ എവിടുന്ന തുടങ്ങിയത്? നമ്മൾ കൊളാബറേറ്റീവ് ആൻഡ് കോർപ്പറേറ്റീവ് ലേണിംഗ് പഠിച്ചു, ബ്രെയിൻ സ്റ്റോമിങ് പഠിച്ചു, പിയർ ട്യൂറ്ററിങ് പഠിച്ചു, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് ബ്രെയിൻ സ്റ്റോമിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കോഗ്നിറ്റീവ് അപ്രൻറ്റൈസ്ഷിപ്പ് പഠിച്ചു, അത് കഴിഞ്ഞ് പിന്നെ എൻഗേജ്ഡ് ലേണിംഗ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇല്ല പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ചെറിയ 2 വരിയിൽ എഴുതാനൊക്കെ പറയുന്നതായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, എന്താണ് എൻഗേജ്ഡ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനി സോഷ്യൽ ലേണിംഗ് ഒക്കെയാണ്, തിയറിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബന്ധുരയുടെ തിയറി ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.